പട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം വിധിച്ച് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി 2 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കാളി സജീവിനെയാണ് കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. 1997 നവംബർ 24-നാണ് RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷിനെ കൊലപ്പെടുത്തിയത്. മനോജ് ചേരുന്നു. മനോജ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കൊല്ലം ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് സുഭാഷാണ് വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് 1997 നവംബർ 24 നടന്ന കൊലപാതകമാണ്. അന്ന് RSSന്റെ തന്നെ മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷിനെയാണ് CPM ഗുണ്ടാസംഘം കൊലപ്പെടുത്തിയത്. സൈക്കിളിൽ പോകുകയായിരുന്നു, അതായത് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ ചെമ്മാൻമുക്കിലേക്ക് പോകുകയായിരുന്ന സന്തോഷിനെ മണിച്ചിത്തോട് വെച്ച് ഈ കാറിലെത്തിയ സംഘം സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തിയാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അത്തരത്തിൽ ക്രൂരമായൊരു കൊലപാതകം നടത്തിയ കേസിൽ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 7 പ്രതികളിൽ 4 പ്രതികളെ നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നു, 2 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ 2 പ്രതികൾ വിചാരണയ്ക്ക് മുൻപ് തന്നെ മരിച്ചതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ വിചാരണ കാലഘട്ടത്തിൽ രണ്ടാം പ്രതിയായിട്ടുള്ള കാളി സജീവ്, അന്ന് ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കാളി സജീവ് ഒളിവിൽ പോയിരുന്നു. പിന്നാലെയാണ് ഇയാൾ പിടിയിലാകുന്നതും വിചാരണ പൂർത്തിയാക്കുന്നതും. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ കാളി സജീവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവന നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രസ്താവിച്ചിട്ടുള്ളത് 2 ലക്ഷം രൂപ പിഴയും അതോടൊപ്പം തന്നെ ജീവപര്യന്തവുമാണ്. ജീവപര്യന്തം തടവ് ശിക്ഷയുമാണ്. ഈ കേസിൽ തന്നെ അന്ന് CPMന്റെ വാർഡ് മെമ്പറായിരുന്ന, ഇന്ന് നിലവിൽ കൊല്ലത്ത് MLA ആയിട്ടുള്ള M നൌഷാദിനെ ഉൾപ്പെടെ ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഹൈക്കോടതിയിലെത്തി സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് ഈ M നൌഷാദ് MLA ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ നിന്നും ഒഴിവാകുന്നത്. എന്നാൽ അന്ന് ആ ഒരു സമയത്തൊക്കെ തന്നെ ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൃത്യമായും ജില്ലാ കോടതി ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ പേരുകൾ ചേർത്തിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ വിചാരണ കാലഘട്ടത്തിൽ ആദ്യം ഇത് പറഞ്ഞില്ല എന്നുള്ള കാരണങ്ങളൊക്കെ ആയിരുന്നു അന്ന് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും കേസിന്മേൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അന്ന് RSSന്റെ തന്നെ മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷിനെയാണ് ക്രൂരമായി ഈ പ്രതികൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇത് CPM പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൊലപാതകം ഈ കൊല്ലം ജില്ലയിൽ നടത്തിയത്. അതിൽ രണ്ടാം പ്രതിക്കാണ് ഈ ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. ഒന്നാം പ്രതിയായിട്ടുള്ള കൊഞ്ച് സജീവ്, അതോടൊപ്പം തന്നെ മറ്റു പ്രതികളായ അന്തക്കണ്ണൻ അനിൽകുമാർ, കുറ്റിച്ചിറ ഗോപി, അതോടൊപ്പം തന്നെ പ്രമോദ് എന്നിവരെയാണ് നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നത്. ഇതിൽ ജയപ്രകാശ് എന്ന് പറയുന്ന പ്രതിയെ നേരത്തെ ഈ വിചാരണ കാലഘട്ടത്തിന് മുൻപ് തന്നെ മരിച്ചിരുന്നു. അത്തരത്തിൽ 7 പ്രതികളുള്ളതിൽ നിലവിൽ ഇപ്പോൾ രണ്ടാം പ്രതിക്കാണ് ഈ ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. മറ്റു പ്രതികൾ പല കാരണങ്ങൾ കാണിച്ചും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ അപ്പീലൊക്കെ നൽകിയാണ് കേസിൽ നിന്നും ഒഴിവായിട്ടുള്ളത്. എന്തായാലും ഈ കൊല്ലം ജില്ലയിലെ തന്നെ അന്നത്തെ ഈ ജനങ്ങളെയൊക്കെ തന്നെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു ഇത്. വർഷങ്ങൾക്ക് ശേഷം, അതായത് 28 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഈ രണ്ടാം പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇത്രയധികം കാലയളവിൽ ഇദ്ദേഹം ഒളിവിൽ പോയിരുന്നു. പിന്നീടാണ് പോലീസിന്റെ പിടിയിലാകുന്നതും ഈ വിചാരണ നടപടികളൊക്കെ പൂർത്തിയായി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നതും. രോഹിണി, മനോജ്, നമുക്കറിയാം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് കൂടുതലും CPM ആഭിമുഖ്യമുള്ളവരായിരുന്നു, CPM പ്രവർത്തകർ തന്നെയായിരുന്നു. കാളി സജീവ് ഡിവൈഎഫ്ഐ നേതാവ് കൂടിയാണ്. പ്രാദേശിക തലത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുകയും അതിന് ശേഷം ഇതിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ചെയ്യുന്ന CPM നേതൃത്വത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും നിലവിൽ ഡിവൈഎഫ്ഐ നേതാവായ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം ലഭിക്കുന്നതോടുകൂടി തന്നെ ഈ കേസിന്റെ സ്വഭാവം, ഗുരുതര സ്വഭാവം വ്യക്തമാകുന്നതാണ് കോടതിക്കും പൊതുസമൂഹത്തിനും. അതുകൊണ്ട് ഇതിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധം കൂടി ആകുകയല്ലേ? തീർച്ചയായും. അതായത് അക്കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കൊലപാതകങ്ങൾ നടത്തി വന്നിരുന്നു, അതിന് ആസൂത്രണം ചെയ്തിരുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കൃത്യമായും ഒരു രാഷ്ട്രീയ കൊലപാതകം, അത് ഈ പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ നടപ്പാക്കി എന്നുള്ളതാണ്. കാർ ഇടിച്ച് വീഴ്ത്തി, സൈക്കിളിൽ പോകുകയായിരുന്ന 2 പേർ സൈക്കിളിലുണ്ടായിരുന്നു. അതിൽ സന്തോഷിനെ കാർ ഇടിച്ച് വീഴ്ത്തിയാണ് വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ആസൂത്രണം ചെയ്തതിലും ഈ കൊലപാതകം കൃത്യം നടത്തിയതിലുമെല്ലാം തന്നെ CPM പ്രവർത്തകരും നേതാക്കളും തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് നേരത്തെ
സൂചിപ്പിച്ചിരുന്നു, അന്നത്തെ DYFI നേതാവായിരുന്നു ഇന്ന് ശിക്ഷിക്കപ്പെട്ട കാളി സജീവ്. അത്തരത്തിൽ ഈ ക്രിമിനൽ സ്വഭാവമുള്ള നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ കൊലപാതകമൊക്കെ നടത്തിയിട്ടുള്ളത്. അത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല, പല ജില്ലകളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPM നടത്തി വന്നിരുന്നു. അതിൻ്റെ ക്രൂരമായിട്ടുള്ള ആ ഒരു കൊലപാതകം, അതിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിട്ടുള്ളത്. ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അന്ന് CPMൻ്റെ വാർഡ് മെമ്പറായിരുന്ന നൌഷാദിൻ്റെ പേര് പോലും പ്രതിപ്പട്ടികയിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഗൂഢാലോചന കേസിൽ നടന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സാക്ഷി മൊഴി അനുസരിച്ചാണ് അന്ന് ഈ കേസിൽ ഈ പ്രതികളുടെയൊക്കെ പേര് ചേർത്തിരുന്നത്. പിന്നീട് പല സാങ്കേതിക കാരണങ്ങൾ കാട്ടി ഈ അപ്പീൽ നൽകിയുമൊക്കെ കേസിൽ നിന്നും ഒഴിവായെങ്കിലും ആ സാക്ഷി മൊഴികളൊക്കെ തന്നെ ജില്ലാ കോടതി അന്ന് വിലക്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് ആ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയാണ് പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയത്. എന്തായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ 7 പ്രതികളുണ്ടെന്ന് കണ്ടെത്തുകയും അതിൽ ഇപ്പോൾ 2ാം പ്രതിയെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നത്. വർഷങ്ങൾക്കും, അതായത് 1997 കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ക്രൂരമായിട്ടുള്ള കൊലപാതകം പട്ടത്താനം സ്വദേശിയായിട്ടുള്ള സന്തോഷിനെ ഈ കൊല്ലം ജില്ലയിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.